GR ഇന്ദുഗോപൻ്റെ നോവലിനെ ആസ്പദമാക്കി ജയൻ നമ്പ്യാർ, അദ്ദേഹം അയ്യപ്പനും കോശിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു, ലൂസിഫറിൻ്റെയൊക്കെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ് വിലായത്ത് ബുദ്ധ. ആ സിനിമയുടെ അസിസ്റ്റൻ്റായിട്ട് നിന്നതിൻ്റെ ഗുണം ഈ സിനിമയ്ക്ക് ഉണ്ട്. കാരണം അയ്യപ്പനും കോശിയും കാണുന്ന അതേ രീതിയിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. പിക്ചറൈസേഷൻ മൊത്തത്തിൽ സ്ഥലത്തിനും നല്ല സാമ്യമുണ്ട്. ഇതും മറയൂർ ഒക്കെയാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ കാട് മല ആ സംഭവം ഒക്കെ അത് നന്നായിട്ട് തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട്. തിരക്കഥ എഴുതിയിരിക്കുന്നത് GR ഇന്ദുഗോപൻ്റെ ഒപ്പം പിന്നെ രാജേഷ് പിന്നാടൻ, അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് തിരക്കഥ ചെയ്യുന്നത്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു സീനുണ്ട്, ക്ലൈമാക്സ് ഒന്നുമല്ല, അതിനൊക്കെ മുമ്പേ വരുന്ന ഒരു സീൻ. അത് ഈ അടുത്ത കാലത്ത് ഒരു മലയാള സിനിമയിൽ നിന്ന് കിട്ടിയതിൻ്റെ ഒരു ഹൈ വോൾട്ടേജ് തിയേറ്റർ എക്സ്പീരിയൻസ്. ആ ഒരു സീൻ ഹൈ ആയിരുന്നു. അത് ഗംഭീര മേക്കിംഗ്, സിനിമോട്ടോഗ്രാഫിയുടെ ഒരു അയ്യര് കളിയോ, അതുപോലെ ജെയ്സ് ബിജയ് അവിടെ കൊടുത്തിരിക്കുന്ന സ്കോർ, ഗൂസ് ബംസ്, കണ്ണൊക്കെ നിറഞ്ഞു പോയി. കിണ്ണ സാധനമായിരുന്നു അത്. അതിലേക്ക് എത്തിപ്പെടാനുള്ള സീനുകളും അടിപൊളിയായിരുന്നു. ഈ സിനിമയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഈഗോ, പിന്നെ ഒരു ചന്ദനമുണ്ട്, മറയൂരല്ലേ, അതുപോലെ മല, ഇതൊക്കെയാണ് പശ്ചാത്തലമാക്കി വരുന്ന ഒരു വിഷയം. ഈഗോയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. അത് ഈഗോ രണ്ടുപേർക്കും ഉണ്ടാകാനുള്ള ആ ഒരു അതിൻ്റെ ബേസ്മെൻറ്റ് കിട്ടിലുമായിരുന്നു. കാരണം സ്ട്രോങ് റീസൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആകാംക്ഷ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടും ഗ്രിപ്പിംഗ് ആയിട്ടും കൊണ്ടുപോയിട്ടുണ്ട്. സിനിമ 2.25 മണിക്കൂർ ദൈർഘ്യമുണ്ടെങ്കിലും കുറച്ച് വെല്ലുവിളി സീനുകൾ അതൊക്കെ കുറച്ച് നീട്ടിപ്പോയതുപോലെ എനിക്ക് തോന്നി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരിടത്ത് ലാഗില്ല, നല്ല ഫാസ്റ്റായിട്ട് പടം പോകുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ഷമ്മി തിലകൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു വിഷയം കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ഷമ്മി തിലകൻ തരണേ, പല സീനുകൾ തിലകൻ ചേട്ടൻ വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. എസ്പെഷ്യലി ഫസ്റ്റ് ഈ ഒരു മുറ്റത്തിക്കുന്ന ഒരു ചന്ദന മരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സീൻ പറഞ്ഞോണ്ട് എൻ്റെ പൊന്നു അന്യ പെർഫോമൻസ്, സിംഗിൾ ഷോട്ട്. അങ്ങനെ പോകുമ്പോൾ ഒരു ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ഇതേ കടന്നുകൊണ്ട് അത് കാണണം, നമുക്കത് ഫീൽ ചെയ്യും. ഭയങ്കര ഡിസ്ഗസ്റ്റിംഗ് ആയിരുന്നു ആ സീന്. അത് മാക്സിമം അതിൻ്റെ ഇൻറ്റൻസിറ്റിയോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ട് പോർട്രേ ചെയ്തിട്ട് പിന്നെയാണ് ഒരു 5 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയിലാണ് നമ്മുടെ പൃഥ്വിരാജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡബിൾ മോഹനനാണ് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ. ഈ ക്യാരക്ടർ വരുന്നത് പക്ഷേ പോകുമ്പോൾ നല്ല ഫ്ലോയിൽ കുറേ നല്ല കിടില സീനുകൾ വരുന്നുണ്ട്. പക്ഷേ പലതും നമുക്ക് ഫോഴ്സ്ഡായിട്ട് ഫൈറ്റിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കും പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. അത് നമ്മൾ ഈ സിനിമ റിയലിസ്റ്റിക് ആയിട്ട് ഒരു അയ്യപ്പനും കോശിയായിട്ടൊക്കെ അപ്രോച്ച് ചെയ്യണതിൻ്റെ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നി. മറിച്ച് ഇതൊരു മാസാക്ഷ്യം പടമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ മോഷണം കാണിക്കുന്നതൊന്നും പലയിടത്തും ലോജിക്കില്ലായ്മ ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞത് അത് ഇതുപോലെ മാസാക്ഷ്യം പടമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിട്ടുകളയാനുള്ള കേസേ ഉള്ളൂ. അങ്ങനെ പോകുന്നുണ്ട്. അവിടെ തന്നെ അനുമോഹൻ വരുന്നുണ്ട്. അനുമോഹൻ, പ്രിയമത കൃഷ്ണൻ, ഇവരുടെ 3 പേരുടെയും പൃഥ്വിരാജിൻ്റെയും ഇവരുടെ 3 പേരുടെയും ഒരു റിലേഷൻഷിപ്പ് പരിപാടിയുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു നമ്മൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഒരുത്ത അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ അവളെ അനാവശ്യം പറയുന്നോടാ തിണ്ടി നമ്മളോട് മറ്റേ ചാടിക്കേറി ഹീറോയിസം കാണിക്കും, അങ്ങനത്തെ പരിപാടിയല്ല. ഇത് വേറെ സംഭവമാണ്. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അവരുടെ ക്യാരക്ടർ, പ്രത്യേകിച്ച് പ്രിയമതയുടെ ക്യാരക്ടർ ഗംഭീരമായിരുന്നു. നല്ല ലുക്ക്, നല്ല ഒരു എന്താ പറയണ, ആ ക്യാരക്ടറോട് ചേർന്ന് നമുക്ക് മനസ്സിലാവും ഇവൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. അത് എവിഡൻ്റായിട്ട് ആ മുഖത്ത് കൊണ്ടുവരാമെന്നുള്ളത് ചില്ലറ പരിപാടിയല്ല, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ തോന്നിയ ഒരു കല്ലുകടി എന്ന് പറയുന്നത് മനുമോഹൻ ആണ് മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കുന്നത്. മേക്കപ്പ് ഭയങ്കര ശോകമായിരുന്നു കേട്ടോ ഈ സിനിമയിൽ. ഒന്നാമത് പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് പലയിടത്തും നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും പോലെ തോന്നുന്നതിൻ്റെ പ്രധാന കാരണം ഈ സിനിമയിലെ മേക്കപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരു എന്താ പറയണ, ഒരു മുഖത്ത് കരിയുമാരി തേച്ച് ഒരു ചപ്രാച്ചി വിഗ്ഗാണെന്ന് എവിഡൻ്റായിട്ട് മനസ്സിലാവും. കാട്ടി നിൽക്കണോ ഇങ്ങനെയൊക്കെ വിഗ് വയ്ക്കേണ്ട കാര്യം തോന്നുന്നു. അത് കണ്ണിൻ്റെ അവിടെയൊക്കെ എന്തോ ഒരു പ്ലാസ്റ്റിക് പരിപാടി മൊത്തത്തിൽ ബോട്ടോക്സ് ചെയ്ത് വെച്ച പോലത്ത് എവിഡൻ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നി. സെക്കൻഡ് ഹാഫ് വന്നതിന് ശേഷം പിന്നെ പടം ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പോലത്തെ ഒരു പരിപാടി. അതിൽ തന്നെ ഇത് എങ്ങനെ കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരു കാണാനുള്ളൊരു ആകാംക്ഷ നമുക്കുണ്ടായിരുന്നു. കുറേ കിടിലൻ സീനുകൾ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു കിടില സാധനമുണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകത അതാണ്. അത് ഗംഭീരമായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയി ക്ലൈമാക്സ് ഒന്നും എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ. കുറച്ചുകൂടിയൊക്കെ നമ്മൾ ആ ഗ്രാഫ് കയറിപ്പോണതിൻ്റെ അത്രയ്ക്കൊരു വലിയ ക്ലൈമാക്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ നമുക്ക് 2.25 മണിക്കൂർ എൻ്റർടൈൻ ചെയ്യുന്ന, നമുക്ക് കുറേ ഹൈ മൊമെൻറ്റ്സ് ഉള്ള, ഗൂസ് ബംസ് വരുന്ന കുറേ കിഡില സീനുകൾ, ഇമോഷണൽ രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ പറഞ്ഞത് ഒക്കെയുള്ള ഒരു അത്യാവശ്യം കൊള്ളാമെന്നുള്ള ഒരു സിനിമ. അയ്യപ്പനും കോശി ലെവലൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ആദ്യത്തെ പടം നന്നായിട്ട് തന്നെ ജയൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കഥാപാത്രങ്ങളിലേക്ക് പോകാം. പൃഥ്വിരാജ് കുമാരൻ ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമില്ലായിരുന്നു. അവസാനമൊക്കെ ഇത്തിരി ലാലേട്ടൻ കയറി വന്നു, എന്നാലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ക്യാരക്ടറായിരുന്നു, ഒരു വെറൈറ്റി ക്യാരക്ടറാണ്. ഷമ്മി തിലകൻ ഗംഭീര എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്. അനുമോഹൻ അടിപൊളിയായിരുന്നു. ധ്രുവനുണ്ട് ഒരു പോലീസ് ഓഫീസറായിട്ട്. വലിയ ഇതൊന്നുമില്ല, കുഴപ്പമില്ല.
പിന്നെ കൃഷ്ണ വിജയചന്ദ്രൻ, പുള്ളിക്കാരനാണ് പൃഥ്വിരാജിൻ്റെ കുട്ടിക്കാലം കാണിച്ചിരിക്കുന്നത്. അവൻ്റെ മുഖത്തും ഈ കരിവരിപ്പ് വെച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ല ഒത്തിരി ഈ പയ്യനെ ഞാൻ പറഞ്ഞുതരാം. പയ്യൻ ഗരുഡൻ സിനിമയിൽ സുരേഷ് ഗോപിയുടെ മോനായിട്ട് വന്ന പയ്യനോ കുറച്ചേ ഉള്ളൂ എങ്കിൽ അവൻ്റെ സീനും അവൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. എസ്പെഷ്യലി നടന്നു വരണ ഒരു സീനുണ്ട്, അവിടെ കൊടുത്തിരിക്കുന്ന ഒരു കണ്ണിലൊരു സാധനമുണ്ട്, അടിപൊളിയായിരുന്നു. പിന്നെ കിരൺ പീതാംബരൻ, അദത്ത് ഗോപാലൻ, പ്രമോദ് വെളിയനാട് നൈസായിരുന്നു, ഒന്നിൻ്റെ ഡയലോഗുകൾ അടിപൊളിയായിരുന്നു. വിനോദ് തോമസ്, TJ അരുണാചലം, വില്ലൻ ഗ്യാങ്ങുകൾ കുറച്ച് വരും. TJ അരുണാചലം, അരവിന്ദ്, സന്തോഷ് ദാമോദരൻ, മണികണ്ഠൻ, പിന്നെ സുരാജുണ്ട്, TSK, പിന്നെ രാജശ്രീ നായർ, നമ്മളെ ഈ മറ്റേ സിനിമയുണ്ടല്ലോ മേഘസന്ദേശത്തിൽ കളർ സാരി കൊടുത്തു വരുന്ന പ്രേതമായിട്ടൊന്ന് ചേച്ചി, ആ ചേച്ചി ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ടീം ഗുഡ്. എസ്പെഷ്യലി ഒരു VFX വെച്ചിട്ട് കാണിക്കേണ്ട ഒരു സാധനമുണ്ട്. അത് VFX ആണെന്ന് നമുക്ക് മനസ്സിലാവുമെങ്കിൽ പോലും അവിടെ ആ സീനിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് അത് നന്നായിട്ട് ആ ഫീല് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ സാറൊക്കെ നല്ല അടിപൊളി എഡിറ്റിംഗ് ആയിരുന്നു. മ്യൂസിക് ജെയ്ക്സ് ബിജോ, എക്സ്ട്രാ ഓർഡിനറി ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അരവിന്ദ് കശ്യപ്, രണദീപ്, രണ്ടുപേരുടെയും നല്ല പണി ഇതിൽ കാണാനുണ്ട്. ഗംഭീര വർക്കായിരുന്നു. അതുപോലെ MR രാജകൃഷ്ണൻ്റെ സൗണ്ട് ഇത്തിരി ലൗഡായിട്ട് പലയിടത്തും എനിക്ക് ഫീൽ ചെയ്തിട്ട്, ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നതിനേക്കാളും കുറച്ചുകൂടി തീവ്രതയ്ക്കാറ്. ഇപ്പോൾ തിയേറ്ററിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് സ്ഥിരം തിരുവനന്തപുരം കൃപയിലാണ് സ്ഥിരം MR രാജകൃഷ്ണൻ ചെയ്ത സിനിമകൾ തന്നെ ഇവിടെ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു വിഷയം തോന്നില്ല. പക്ഷേ ഇതിൽ ഇത്തിരി ലൗഡായിട്ട് കയറി വന്നതുപോലെ ഫീൽ ചെയ്ത്. ഇനി പ്രിൻറ്റിൻ്റെയോ തിയേറ്ററിൻ്റെയോ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങൾ പറ. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും നമുക്ക് നഷ്ടമില്ല തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ. നല്ല അടിപൊളി ഹൈ മൊമെൻ്റൊക്കെ ഉള്ള, കുറേ ഗൂസ് ബംസ് ഉള്ള, ആക്ഷൻ സീനുകളുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഒരു ക്ലാസ് പരിപാടിയൊന്നുമില്ല. ഒരു കൊമേഴ്ഷ്യൽ സിനിമ കണ്ട് സാറ്റിസ്ഫാക്ഷനായി തിരിച്ചു വരാം. 2.25 മണിക്കൂറുണ്ട്. അതിൻ്റെ ലാഗൊന്നും ഫീൽ ചെയ്തില്ല. കുറച്ച് സീനുകൾ അവിടെ ആയിട്ട് നീട്ടിക്കൊണ്ട് പോയോ എന്ന് തോന്നിയാലും അത് ലാഗിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ് വിലായത്ത് ബുദ്ധ. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടുപോകുക. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.